എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത് LPST 709/2023 വിവിധ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ റൊട്ടേഷൻ ചാർട്ടുകൾ തയ്യാറാക്കി വരികയായിരുന്നു. എന്നാൽ കുറേ ഉദ്യോഗാർത്ഥികൾ കേരള ബാങ്ക് ക്ലർക്ക് കം കാഷ്യർ വിഭാഗത്തിലെ റാങ്ക് ലിസ്റ്റിന്റെ റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് റിക്വസ്റ്റ് അയച്ചിരുന്നു. അത് പ്രകാരം നമ്മൾ ഇന്ന് കേരള ബാങ്കിന്റെ ക്ലർക്ക് കം കാഷ്യർ പാർട്ട് 1 ജനറൽ കാറ്റഗറിയിലെ കാറ്റഗറി നമ്പർ 063/2024 റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യറിനെ സംബന്ധിച്ചിടത്തോളം 2 കാറ്റഗറിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതിന് 2 വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകളാണ്. ഒന്നാമത്തേത് പാർട്ട് 1, അത് ജനറൽ കാറ്റഗറിയാണ്. ജനറൽ കാറ്റഗറി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ്. രണ്ടാമത്തേത് പാർട്ട് 2, അത് സൊസൈറ്റി കാറ്റഗറിയാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 064/2024. ഇത് സൊസൈറ്റി ജീവനക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിന് 2നും പ്രത്യേകം റാങ്ക് ലിസ്റ്റുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 പ്രത്യേക എക്സാമുകളായിരുന്നു. പാർട്ട് 1 എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പാർട്ട് 2 സൊസൈറ്റി ജീവനക്കാർക്ക് വേണ്ടി മാത്രമായി ഒരുക്കിയിരിക്കുന്നതാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത, മൊത്തത്തിൽ കേരള ബാങ്കിൽ 500 ഒഴികളുണ്ടെങ്കിൽ 250 എണ്ണം പാർട്ട് 1നും 250 എണ്ണം പാർട്ട് 2നുമാണ് വരിക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റൊട്ടേഷൻ ചാർട്ട് ഈ വീഡിയോയുടെ പങ്കുവയ്ക്കുന്നത് പാർട്ട് 1നെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം ഏകദേശം 207 ഒഴിവുകളോളം പാർട്ട് 1 കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 207 ഒഴിവുകൾ പാർട്ട് 2ലും ഉണ്ട്. നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ആ റൊട്ടേഷൻ ചാർട്ട് കാണാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ട്. ഈ റൊട്ടേഷൻ ചാർട്ടിൽ നമ്മൾ DA ഡിഫറൻ്റ്ലി ഏബിൾഡുകാർക്കുള്ള റിസർവേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റൊട്ടേഷൻ ഒരു 100 എണ്ണത്തിന്റെ റൊട്ടേഷൻ ചാർട്ടാണ് PSC ഫോളോ ചെയ്യുന്നത്. അത് പ്രകാരം 1 OC, 2 EBT, 3 വീണ്ടും OC, 4 SC, 5 OC, 6 വീണ്ടും മുസ്ലിം. ഈ രീതിയിലുള്ള 1 മുതൽ 100 വരെയുള്ള റൊട്ടേഷൻ ചാർട്ടാണ് PSCക്കുള്ളത്. അത് പ്രകാരമാണ് ഓരോ റൊട്ടേഷനും വരുന്നത്. ഇത് ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൊട്ടേഷൻ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ റൊട്ടേഷൻ ചാർട്ടിൽ നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ തയ്യാറാക്കിയ റൊട്ടേഷൻ പ്രകാരമുള്ള റാങ്ക്. രണ്ടാമത്തെ കോളത്തിലാണ് ഇത് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തേതിൽ അത് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലി ലിസ്റ്റിൽ നിന്നാണോ വന്നിരിക്കുന്നത് എന്നുള്ളതും. നാലാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള റാങ്ക്. അഞ്ചാമത്തേതിൽ കാസ്റ്റ് 6, ഡേറ്റ് ഓഫ് ബർത്ത് 7, പേര്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, ഒന്നാമത്തേത് DA റിസർവേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് 1, 2, 3 എന്നിങ്ങനെയുള്ള റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 കഴിഞ്ഞാൽ വീണ്ടും 26ാമത്തെ റൊട്ടേഷൻ വീണ്ടും ഒരു DA കാറ്റഗറിയാണ്. അത് കഴിഞ്ഞാൽ 51 വീണ്ടും DA, പിന്നീട് 76 വീണ്ടും DA. അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമത്തെ റൊട്ടേഷൻ 100 എണ്ണം കഴിയുമ്പോൾ വീണ്ടും ഒന്നാമത്തെ റൊട്ടേഷനിൽ വീണ്ടും DA കാറ്റഗറി വരും. ഇനി നമുക്ക് നമ്മുടെ റൊട്ടേഷൻ ഓരോന്നായിട്ട് നോക്കാവുന്നതാണ്. മറ്റൊന്ന് നമ്മുടെ സപ്ലി ലിസ്റ്റിൽ നിന്നാണെങ്കിൽ സപ്ലി പ്രത്യേകമായി കാണിച്ചിട്ടുണ്ട്.
കളർ കോഡഡ് ആയിട്ട്, അതുപോലെ DA റിസർവേഷൻ ആണെങ്കിൽ അത് നമ്മൾ ഒരു യെല്ലോ കളറിലും കാണിച്ചിട്ടുണ്ട്. ഈ റൊട്ടേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ സമയത്തും എത്രത്തോളം അഡ്വൈസുകളാണ് പോകുന്നത് എന്നതിനനുസരിച്ച് 50% റിസർവേഷൻ 50% ഓപ്പൺ കാറ്റഗറിയിലേക്ക് വരണം എന്നുള്ള റൂൾ ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾ വരികയുമില്ല. ഇപ്രാവശ്യം ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ഒന്നും പെൻഡിങ് ഇല്ല. TPO, NCA, NJD എന്നിവ ഒന്നും പെൻഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം ഈ രീതിയിലുള്ള റൊട്ടേഷൻ തന്നെയായിരിക്കും പോവാൻ സാധ്യതയുള്ളത്. ഇനി നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഈ റൊട്ടേഷൻ ചാർട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇത് പാർട്ട് 1 വരുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റൊട്ടേഷൻ ചാർട്ടാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പകുതി ഒഴിവുകൾ പാർട്ട് 1 പകുതി ഒഴിവുകൾ പാർട്ട് 2 ആയിരിക്കും അഡ്വൈസ് പോവുക. പാർട്ട് 1 ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഉള്ളത് 342 റൊട്ടേഷനിലാണ്. 342 ഒഴിവുകൾ പാർട്ട് 1 വരുമ്പോൾ ആർക്ക് പോകും എന്നുള്ള ഏകദേശം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ കൃത്യമായി എത്ര ഒഴിവുകൾ വരും എന്നറിയില്ല, എത്ര പേർക്ക് അഡ്വൈസ് പോവും എന്നുള്ളത് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോകുന്ന രീതിയിൽ ഉള്ള റൊട്ടേഷനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ റൊട്ടേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോകുമ്പോൾ ഏകദേശം എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അവസാനം മനസ്സിലാവും. ഇവിടെ ഉദാഹരണത്തിന് 455 ഒഴിവുകൾ വരികയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 347 കാരനാണ് അഡ്വൈസ് പോവുക.
ഇവിടെ മെയിൻ ലിസ്റ്റിൽ നിന്നും 915 പേർക്കും അഡ്വൈസ് പോവുകയാണെങ്കിൽ അതിന് ഏകദേശം 1174 ഒഴിവുകൾ വരേണ്ടിയിരിക്കുന്നു. കാരണം റിസർവേഷൻ പ്രകാരം അതിനിടയിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നും മറ്റുമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്നുമുള്ള അവസാനത്തെ ആൾക്ക് അഡ്വൈസ് വരണമെങ്കിൽ ഏകദേശം 1174 ഒഴിവുകൾ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ജോലി, ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.